അപ്പുവും കൂട്ടുകാരായ ചിങ്കംകുരങ്ങനും കുഞ്ഞിക്കുരുവിയും മിന്നുവും അവളുടെ അമ്മയും കൂടി അപ്പുവിൻ്റെ അമ്മയെ തേടിയുള്ള യാത്ര തുടർന്നു. ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ കാടൊരു നെടുനിശ്വാസം ഉതിർത്തു. നല്ല തണുത്ത കാറ്റ് വീശി. മഴ പെയ്താൽ തങ്ങൾക്ക് തങ്ങാനുള്ള കൂടൊരുക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു നമ്മുടെ ചിങ്കൻകുരങ്ങൻ. മറ്റുള്ളവരെല്ലാവരും കൂടി പഴങ്ങൾ ശേഖരിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പുവിൻ്റെ നേതൃത്വത്തിൽ അവർ പഴങ്ങൾ പങ്കുവെച്ച് കഴിച്ചു. കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾ കൗതുകത്തോടെ അവരെ നോക്കി നിന്നു. ആകാശത്ത് കാർമേഘങ്ങൾ കണ്ട് വളരെ സന്തോഷത്തോടെ നൃത്തത്തിനായി ഒരുങ്ങിയെത്തിയ മയിലമ്മയും കൂട്ടുകാരും പതുക്കെ അവരുടെ അടുത്തേക്ക് വന്നു. ശത്രുവോ അതോ മിത്രമോ? ആ വരട്ടെ, നമ്മുടെ ചിങ്കൻ ആത്മഗതം ചെയ്തു. നമുക്ക് നോക്കാം. മയിലമ്മ പതുക്കെ പീലികൾ വിടർത്തി. ഹാ, എന്ത് ഭംഗി! അവൾ പതുക്കെ നൃത്തം വെച്ചു തുടങ്ങി. മനോഹരമായ നൃത്തം. അപ്പുവിന് മഴ വലിയ ഇഷ്ടമാണ്. അവൻ കൂട്ടുകാരോടൊത്ത് വെള്ളത്തിൽ തുള്ളി കളിച്ചു. മാനത്ത് തെളിഞ്ഞ മഴവില്ല് കണ്ട് എല്ലാവരും അതിരറ്റ് ആഹ്ലാദിച്ചു. മയിലമ്മയുടെ നൃത്തം കണ്ട് കൂട്ടുകാരും മയിലമ്മയോടൊപ്പം നൃത്തം വെച്ചു. കുഞ്ഞുകുരുവി ചിറകുകൾ വിരിച്ചു. ചിങ്കൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. താളത്തിനൊത്തുള്ള നൃത്തച്ചുവടുകൾ. പെട്ടെന്ന് കൂ 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 കുയിലമ്മ പാട്ടുപാടി തുടങ്ങി. കുയിലമ്മയുടെ പാട്ടിനൊപ്പം എല്ലാവരും മഴയിൽ ആനന്ദ നൃത്തം ചവിട്ടി. മഴ കുറച്ചുകൂടി ശാന്തമായി. പുഴ കാണുവാനായി കൂട്ടുകാരെല്ലാവരും പുഴയുടെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് അപകട സൂചന. അരുവി നിറഞ്ഞു. വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്ക്. അപ്പുവിന് പേടി തോന്നി. കൂട്ടുകാരെല്ലാവരും വളരെ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങി. പുഴക്കരയിൽ നിന്ന് വീണ്ടും ആനന്ദ നൃത്തം. മാനത്ത് മഴവില്ല് അതീവ ശോഭയോടെ വീണ്ടും തെളിഞ്ഞു നിന്നു. മയിലമ്മ കുയിലിൻ്റെ പാട്ടിനൊത്ത് വീണ്ടും നൃത്തം ചവിട്ടി. കൂട്ടുകാർ വീണ്ടും ആർത്തുല്ലസിച്ച് ആടിപ്പാടാൻ തുടങ്ങി. കൂട്ടുകാരെ വരൂ, മതി കേട്ടോ. വാ, നമുക്ക് പോകാനുള്ള സമയമായി. എങ്ങനെ പോകും? നിങ്ങളെൻ്റെ പുറത്ത് കയറിക്കോ, അപ്പു പറഞ്ഞു. ഓരോരുത്തരായി അപ്പുവിൻ്റെ പുറത്ത് കയറി. അപ്പു സാവധാനം അവരെയും കൊണ്ട് പുഴ നീന്തി അക്കരെ കടന്നു. കൂട്ടുകാരുടെ യാത്രകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കൊമ്പൻ അവരെ പിന്തുടരുന്നത് അവരാരും അറിഞ്ഞിരുന്നില്ല. എല്ലാവർക്കും നല്ല വിശപ്പ്. ഒരു മരത്തിൽ നിറയെ പഴങ്ങൾ. കൂട്ടുകാരെല്ലാവരും ധാരാളം പഴങ്ങൾ ശേഖരിച്ച് പങ്കുവെച്ച് കഴിച്ചു. മരച്ചുവട്ടിൽ വിശ്രമിച്ച് വീണ്ടും യാത്ര തുടർന്നു. അയ്യോ, ചതിച്ചല്ലോ, വീണ്ടും മഴ തുടങ്ങിയല്ലോ. എങ്ങനെ യാത്ര തുടരും? ഓ, അപ്പൂപ്പം നേതാവായി കേട്ടോ. അപ്പുവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ വാസസ്ഥലം കണ്ടെത്തി മഴയിൽ നിന്നും സുരക്ഷിതമായി. മഴ ശമിച്ചപ്പോൾ വീണ്ടും അവർ സന്തോഷത്തോടെ യാത്ര തുടർന്നു. അതിനിടയ്ക്കാണ് സന്തോഷിക്കാനുള്ള വലിയൊരു വാർത്ത കിട്ടിയത്. അപ്പുവിൻ്റെ അമ്മയുടെ കൂട്ടുകാരി അപ്പുവിനും കൂട്ടുകാർക്കും കഴിക്കുവാനായി ധാരാളം പഴങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. അവർ അതെല്ലാവരും കൂടി പങ്കുവെച്ച് കഴിച്ച് ക്ഷീണമെല്ലാം മാറ്റി വളരെ സന്തോഷത്തോടു കൂടി യാത്ര തുടർന്നു. പതുക്കെ പതുക്കെ എല്ലാവരും നിന്നേ. ഒന്ന് നിൽക്ക്. ദേ കല്ലുകൾ ധാരാളം ഉരുണ്ടു വരുന്നു. നോക്കിക്കേ, അതെന്താന്ന്. നോക്കൂ. കൂട്ടുകാർ ജാഗരൂകരായി. മനോഹരമായ കാടിൻ്റെ ശീതളിമയിൽ നല്ല മഴയത്ത് കൂട്ടുകാരോടൊത്തുള്ള ആ യാത്ര അപ്പുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത യാത്രയായി. ഒരുപാട് കൂട്ടുകാരെ അവന് കിട്ടി. നല്ല നല്ല അനുഭവങ്ങൾ. പെട്ടെന്ന് പിന്നാലെ എത്തി ഒറ്റയാൻ്റെ കണ്ണിന് നേരെ കുഞ്ഞിക്കുരുവി പാഞ്ഞെടുത്തു. ഒന്ന് വിറച്ച ഒറ്റയാൻ പിന്തിരിഞ്ഞോടി. അപ്പുവിൻ്റെ യാത്ര ഇനിയും തീർന്നിട്ടില്ല. മലയുടെ മറവിൽ പുതിയ ഒരു രഹസ്യം കാത്തിരിക്കുന്നു.